കർത്താവായ ക്രിസ്തുവേശുവിന് എല്ലാ മഹത്വവും ആരാധനയും ഞാൻ അർപ്പിക്കുന്നു. അവിടുത്തെ പിതാവിനും അവിടുത്തെ പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ഈ പ്രാർത്ഥനാ എപ്പിസോഡിൽ നമ്മൾ അല്പനേരം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇന്നലെ പ്രാർത്ഥിച്ച ഒരു വിഷയത്തിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു മേഖലയിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്. തെറ്റായ ബന്ധങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്താണ് ഇന്നലെ പ്രാർത്ഥിച്ചതെങ്കിൽ ഇന്ന് വഴിപിഴച്ച ബന്ധങ്ങളിൽ കിടന്ന് മലിനമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചില പ്രിയപ്പെട്ടവരുടെ തിരിച്ചുവരവ് ഒരു ആത്മീക പോരാട്ടമെന്ന നിലയിൽ ദൈവസന്നിധിയിൽ നമുക്ക് നേടിയെടുക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് അവരെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ 2 വചനങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ വചനം എഴുതിയെടുത്തുകൊള്ളുക. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 11-ാം വചനം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. ഇങ്ങനെയാണ്: ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടത്. അടുത്ത വാക്യം കേട്ടോ: അവർ ഗൂഢമായി ചെയ്യുന്നത്, രഹസ്യമായിട്ട് ചെയ്യുന്നത് പറയാൻ പോലും ലജ്ജയാകുന്നു. പുറത്തു പറയാൻ കൊള്ളുവേലാത്ത തെറ്റായതും വൃത്തികെട്ടതുമായ കാര്യങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന ചിലരുടെ വിടുതലാണ് ഇന്നത്തെ പ്രാർത്ഥനയുടെ പരമോന്നതമായ ലക്ഷ്യം. 2-ാമത്തെ വചനം യെശയ്യാവിൻ്റെ പുസ്തകം 52-ാം അധ്യായം 11-ാമത്തെ വചനമാണ്. വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, അശുദ്ധമായതൊന്നും തുടരുത്, അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. എവിടെയൊക്കെയോ ആത്മീകമായി വിശുദ്ധീകരണം വന്നിട്ട് ശുശ്രൂഷയിലേക്കായിട്ടും പിന്നെയും ചില പാകപ്പിഴകളിൽ വീണുപോയ ചിലർക്കുള്ള തിരിച്ചുവരവിൻ്റെ ദൂതായിട്ടാണ് കർത്താവ് ഈ വചനത്തെ നൽകിയിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചു വരിക, ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കാമെന്ന് യേശു നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പല അഴുക്ക് കൂട്ടുകെട്ടുകളിൽ, ലോകത്തിൻ്റെ വൃത്തികെട്ട ചാലുകളിൽ വല്ലാതെ തകർന്നു കിടക്കുന്ന ചിലരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചീറ്റിൽ നിന്നും കയറ്റുവാൻ ഈ പ്രാർത്ഥനയാൽ സഹായിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്രകാരം നിങ്ങൾ വലയുന്ന, നിങ്ങളുടെ കണ്ണ് നിറയിക്കുന്ന ഒരു ജീവിതം തുടരുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് എന്നോടുകൂടെ നിങ്ങളും പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ കരങ്ങളെ കൂപ്പി പിടിക്കുക. മുട്ടിമേൽ നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. കമിഴ്ന്ന് വീണ് കിടന്ന് പ്രാർത്ഥിക്കാമെന്നാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളുടെ ദൈവവും കർത്താവുമായ സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ചില പ്രിയപ്പെട്ടവരെ ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. ഒരുപാട് സ്നേഹിച്ചിട്ടും, ഞങ്ങൾ ഒരുപാട് വിശ്വസിച്ചിട്ടും, ഞങ്ങൾ ഒരുപാട് ചേർത്ത് പിടിച്ചിട്ടും ആ സന്തോഷങ്ങളിലൊന്നും നിലകൊള്ളാതെ തൻ്റേതായ ഇഷ്ടത്തിനൊത്ത വിധം ഒഴുകിപ്പോയിരിക്കുന്ന ഒരു വല്ലാത്ത ദുഷ്ടക്കോട്ടയ്ക്കകത്ത് ചെന്ന് അടിമപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇന്ന് തിരിച്ചു വരുത്തണമേ. ഞങ്ങളുടെ കർത്താവായ യേശുവേ, അങ്ങ് സ്വാതന്ത്ര്യത്തിന് മേൽ അധികാരമുള്ള ദൈവമാണ്. അവിടുന്നാണ് യഥാർത്ഥ വിമോചകൻ. സത്യം അങ്ങയുടെ ആയുധമാണ്. ഇപ്പോൾ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കുകയും അവിടുത്തെ സത്യത്തിൻ്റെ അധികാരത്താൽ അവരെ മടക്കി വരുത്തുകയും ചെയ്യണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം കൂട്ടിച്ചേർക്കാത്ത എല്ലാ അഴുക്ക് ബന്ധവും അതിൻ്റെ അസ്തിത്വം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നശിപ്പിക്കപ്പെടട്ടെ. പറഞ്ഞ് പ്രാർത്ഥിച്ചേ: ദൈവം കൂട്ടിച്ചേർക്കാത്ത, ദൈവം നൽകി കൊടുക്കാത്ത തെറ്റായ ബന്ധങ്ങളുടെ എല്ലാം അസ്തിത്വം ഇന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ടവരുടെ ലൈഫിൽ നിന്നും നശിപ്പിക്കപ്പെടട്ടെ. ആ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന ബലിപീഠങ്ങൾ ഇട്ടിയട്ടെ. ആ ബന്ധങ്ങളെ വളർത്തുന്ന എല്ലാ കോൺവെർസേഷനുകളും ബ്രേക്ക് ആകട്ടെ. ആ ബന്ധങ്ങളെ വളർത്തുന്ന എല്ലാ വിധത്തിലുള്ളതായ വഴിവിട്ട രീതികളും ഇന്നത്തോടുകൂടെ തടയപ്പെടട്ടെ. അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ളതായ മറ്റവസരങ്ങൾ, അതിനുള്ള പ്രേരണകൾ, പ്രചോദനങ്ങൾ ഇല്ലാത്ത വിധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരണത്തിൻ്റെ ഒരു വലിയ ബൗണ്ടറി ഇങ്ങനെയുള്ള കുടുംബങ്ങളിലെ പ്രിയപ്പെട്ടവർക്ക് ചുറ്റും കെട്ടി ഉയർത്തപ്പെടട്ടെ എന്ന് കർത്താവാം യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തോടുകൂടി ഒരു വലിയ വിടുതൽ വന്നു ചേരുന്നതിനായിട്ട് സ്തോത്രം. കൈവിട്ടുപോയ എല്ലാ തെറ്റായ ആത്മബന്ധങ്ങളും സൗഹൃദങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, അതിന് മേലെല്ലാം ഇന്നൊരു വലിയ വിടുതലുണ്ടാകുമാറാകട്ടെ. എല്ലാ തെറ്റായ ആത്മബന്ധങ്ങളും ഇന്നത്തോടുകൂടെ അഴിയട്ടെ. മനസ്സിൻ്റെ ആഴത്തിൽ നിന്ന് ചിലരുമായി സ്ഥാപിച്ചു വച്ചിരിക്കുന്ന അഴുക്ക് ബന്ധങ്ങൾ ഇന്നത്തോടെ അതിൻ്റെ വേര് പറയട്ടെ.
അനുഗ്രഹിക്കട്ടെ. യേശു ഒരു അത്തിയെ ശപിച്ചു, ക്ഷണത്തിൽ അത് വേരോടെ ഉണങ്ങിപ്പോയി എന്ന് ഞങ്ങൾ വായിക്കുന്നു. ദൈവം ചിലതിനെ ശാസിച്ചാൽ അത് പൂർണ്ണമായും ഉണങ്ങി മാറിപ്പോകും. ആ നിലയിൽ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആമേൻ ആമേൻ ചില തെറ്റായ അഴുക്ക് ബന്ധങ്ങളുടെ ആഴങ്ങളെ, അതിൻ്റെ താഴ്വേരുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നിലയിൽ വിച്ഛേദിക്കുന്നതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തെറ്റായ ആത്മബന്ധങ്ങളുടെ കയറുകൾ യേശുവിൻ്റെ നാമത്തിൽ തകർക്കപ്പെടുമാറാകട്ടെ. ഈ നിമിഷം തന്നെ അത് ബ്രേക്ക് ആകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സോൾ ടൈസും അഴിഞ്ഞു പോകട്ടെ. പ്രാണബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. എപ്പോഴും ഫേസ് ടൈമിലായിരിക്കുന്ന, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും സ്ക്രീനിൽ ഇങ്ങനെ ആ വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും അതുമാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും മറ്റു ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കിയിട്ട് അതിൻ്റെ താല്പര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന അടിമത്വങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വേരോടെ പറഞ്ഞില്ലാതാകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ചില കുഞ്ഞുങ്ങൾ, ചില ജീവിത പങ്കാളികൾ, ചില സഹോദരി സഹോദരന്മാർ, ഇവർ നിമിത്തം ഒരു കുടുംബത്തിൻ്റെ ആത്മീക അന്തസ്സിന് തന്നെ കോട്ടം വന്നിരിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ കുലം തന്നെ ഇന്ന് വിശുദ്ധീകരിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ അഗ്നി കൊണ്ട് ഇവരുടെ കുലം തന്നെ വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. അഴുക്കായതിനെ അവസാനിപ്പിച്ചുകൊണ്ട് നല്ലതിനെ ആരംഭിക്കുന്ന ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത എല്ലാ ബന്ധങ്ങളിലും നിന്നും അവർ ഒഴിഞ്ഞു മാറിപ്പോകട്ടെ. ദൈവമേ, നിൻ്റെ ആലോചനയാൽ രൂപപ്പെട്ടതും നിൻ്റെ ഇഷ്ടങ്ങളാൽ മനുഷ്യൻ്റെ ജീവിതം ഭംഗിയുള്ളതുമാക്കുന്ന അങ്ങയുടെ കൈകളാൽ തന്നെ മെനയപ്പെട്ട ആലോചനയ്ക്കൊത്ത വിധമുള്ള വ്യക്തിയെ ദൈവമേ നീ പ്രിയപ്പെട്ടവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പവിത്രമായ ബന്ധങ്ങൾക്കായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ തലമുറകളുടെ മേൽ യേശുവിൻ്റെ നാമത്തിലുള്ള ഈ മുക്തിയും വിടുതലും ഇന്ന് പകൽ നടക്കും. ഇനി വിമുക്തിയുടെ നാളുകളാണ്. ദൈവത്തിൻ്റെ ആത്മാവ്, ഹോ ജീസസ്, ഇങ്ങനെ തകർക്കപ്പെട്ട ആയിരങ്ങളെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ഇരുട്ടിൻ്റെ തടവറകളിൽ നിന്ന് കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കുന്ന സമാധാനപൂർണ്ണമായ സന്തോഷത്തിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യാൻ പോകുന്നതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥനയാൽ നിന്റെ കുഞ്ഞുങ്ങൾ ജയം പ്രാപിച്ചു നിൽക്കുവാൻ സഹായിക്കണം. യേശു രാജാവിൻ്റെ ഉന്നതമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളമായി കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടുമാറാകട്ടെ. ഈ പ്രാർത്ഥന തുടർമാനമായി നിങ്ങൾ കേട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ അത്ഭുതകരമായ ഒരു വിടുതലിന്, മടങ്ങി വരവിന് ഈ പ്രാർത്ഥന കാരണമാക്കി തീർക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.